നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. രണ്ട് പ്രധാനപ്പെട്ട റിക്രൂട്ട്മെന്റുകൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ സിയാൽ എയർപോർട്ടിൽ 200-ലധികം ഒഴിവുകളിലേക്ക് നടക്കുന്ന ഒരു റിക്രൂട്ട്മെന്റിനെ കുറിച്ചാണ്. മിനിമം 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് വരെ അപേക്ഷിക്കാവുന്ന അവസരങ്ങളുണ്ട്. ഈ റിക്രൂട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട അവസരം ആമസോണിൽ ലഭ്യമായിരിക്കുന്ന അവസരമാണ്. നാം അറിയുന്നത് പോലെ ലോകത്തെ തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഇ-കൊമേഴ്സ് കമ്പനികളിലൊന്നാണ് ആമസോൺ എന്നുള്ളത്. ആമസോണിൽ വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമാകാതെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്ന ചില അവസരങ്ങൾ 200-ലധികം ഒഴിവുകൾ ലഭ്യമായിട്ടുണ്ട്. ഹൈ വോളിയം റിക്രൂട്ട്മെന്റ് എന്ന് തന്നെയാണ് അവർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ആ ഒരു റിക്രൂട്ട്മെന്റിനെ കുറിച്ചും ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രഷേഴ്സിന് വരെ അപേക്ഷിക്കാവുന്ന 2 അവസരങ്ങൾ. അപ്പോൾ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയും ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയും ജോബ് സൈറ്റിലൂടെയും ഒക്കെ ജോലികൾ തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം നമുക്ക് ആമസോണിൽ ലഭ്യമായിരിക്കുന്ന വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള അവസരങ്ങളൊന്ന് മനസ്സിലാക്കാം. ആമസോണിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് കാണാനായിട്ട് കഴിയും. വെർച്വൽ കസ്റ്റമർ സപ്പോർട്ട് അസോസിയേറ്റ് എന്നുള്ളതാണ് ഈ ഒരു പൊസിഷൻ. അതായത് കസ്റ്റമർ സപ്പോർട്ട് അസോസിയേറ്റ്, അത് വെർച്വൽ ആയിട്ട് ഓൺലൈനിലൂടെ അവരുടെ കസ്റ്റമറിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. തമിഴ്നാട് ആമസോൺ ആണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. വർക്ക് ഫ്രം ഹോം വിത്ത് ആമസോൺ കസ്റ്റമർ സർവീസ്. ഓക്കെ, ഇനിയും ആമസോണിനെ കുറിച്ച് ഇവരാദ്യം ഒരു ബേസിക് പറയുന്നുണ്ട്. വേൾഡ്സ് മോസ്റ്റ് കസ്റ്റമർ സെൻട്രിക് കമ്പനി ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ മിഷനാണ് വേൾഡ്സ് മോസ്റ്റ് കസ്റ്റമർ സെൻട്രിക് കമ്പനി എന്നുള്ളത്. ആമസോൺ അതിനുവേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ എൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമുകളിലൊക്കെ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആമസോണ് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ അത് ഏത് പൊസിഷനിലാണെങ്കിലും വർഷത്തിൽ 2 ദിവസം ആമസോണിന്റെ കസ്റ്റമർ കോണ്ടാക്ട് സെന്ററിൽ വർക്ക് ചെയ്യണം എന്നുള്ളൊരു പോളിസി അവർക്കുണ്ട്. എന്ന് മാത്രമല്ല, ഈ ജെഫ് ബെസോസ് അതിന്റെ ഓണർ ഉൾപ്പെടുന്ന അവരൊക്കെ ഏത് മീറ്റിംഗ് നടത്തിയാലും ആ മീറ്റിംഗിൽ എത്ര പേര് പങ്കെടുക്കുന്നോ അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ ഒരു ചെയറും കൂടി അവർ ഫ്രീ ആയിട്ട് അവരുടെ മീറ്റിങ്ങുകളിൽ ഇടാറുണ്ട് എന്ന് പറയാറുണ്ട്. അത് അവരുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയാണ്. കസ്റ്റമറെ ഞങ്ങളുടെ മീറ്റിംഗിലുണ്ട്, അവരെയും കൂടെ മീറ്റിംഗിലെ തീരുമാനമെടുക്കുമ്പോൾ കൺസിഡർ ചെയ്യണം എന്ന് സൂചിപ്പിക്കുന്നതിനാണ് ഒരു എക്സ്ട്രാ ചെയർ അവരുടെ മീറ്റിങ്ങുകളിൽ ഇടുന്നത് എന്ന് പറയാറുണ്ട്. അങ്ങനെ വേൾഡ്സ് മോസ്റ്റ് കസ്റ്റമർ സെൻട്രിക് കമ്പനി ആകുവാനുള്ള പ്രയത്നത്തിലുള്ള ആമസോൺ അവരിലേക്കാണ് ഈ റിക്രൂട്ട്മെന്റ്. അതുകൊണ്ട് തന്നെ അവരുടെ കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുവാനായിട്ട് വളരെ ശ്രദ്ധയോടെ ഉള്ള ഒരു ജോലി ആവശ്യമായിട്ട് വരും. അപ്പോൾ അതെന്തൊക്കെയായിരിക്കും ഈ ജോലിയുടെ ഒരു നേച്ചർ എന്ന് ഇവരെ കൊടുക്കുന്നുണ്ട്. ആമസോൺ കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് അവരുടെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ പ്രിവെന്റ് ഇഷ്യൂസ്, സോൾവ് ക്വറീസ് ആൻഡ് ഡിലൈറ്റ് അവർ കസ്റ്റമർ. കസ്റ്റമറിന് ഡിലൈറ്റ് കൊടുക്കുക, കസ്റ്റമർ സർവീസിൽ ഡിലൈറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അവരുടെ ക്വറീസ് ഒക്കെ സോൾവ് ചെയ്യുക, അവരുടെ ഇഷ്യൂസ് ഒക്കെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എങ്ങനെയായിരിക്കും കസ്റ്റമറിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരിക? ഫോണിലൂടെയോ ചാറ്റിലൂടെയോ ഇമെയിലിലൂടെയോ അറിയും. നമുക്കറിയാം, നമ്മൾ ആമസോണിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ അവർക്ക് ഇമെയിൽ അയക്കും, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവരെ വിളിക്കും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സപ്പോർട്ട് അവരുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ്. അത് പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ മാത്രമല്ല, പേയ്മെന്റിന്റെ കാര്യങ്ങളിൽ വെബ്സൈറ്റ് യൂസേജിലൊക്കെ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതായിരിക്കും ഈ കസ്റ്റമർ സർവീസ് അസോസിയേറ്റിന്റെ ജോലി. എങ്ങനെയായിരിക്കും ഇതിന്റെ വർക്ക് അവേഴ്സ്? ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് 40 അവേഴ്സ് ആയിരിക്കും മിനിമം വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ 8 അവേഴ്സ് ആണ് ഡെയിലി വർക്ക് ചെയ്യേണ്ടതായിട്ട് വരിക. അങ്ങനെ 5 ദിവസം, അതാണ് 40 അവേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട് 5 ദിവസം 8 മണിക്കൂർ വീതം 40 അവേഴ്സ് വർക്ക് ചെയ്യാം. അതല്ലെങ്കിൽ 10 മണിക്കൂർ വെച്ച് 4 ദിവസവും ഒക്കെ വർക്ക് ചെയ്യുവാനായിട്ട്. അതായത് ആഴ്ചയിൽ 4 ദിവസം വർക്ക് ചെയ്താൽ മതി, പക്ഷെ ഡെയിലി 10 മണിക്കൂർ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനത്തെയൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഓപ്ഷന് നമുക്ക് ഓപ്റ്റ് ചെയ്യാമോ അതോ കമ്പനിയാണോ അത് നൽകുക എന്നുള്ള കാര്യം സൂചിപ്പിച്ചിട്ടില്ല. അതേപോലെ വർക്കിംഗ് ഡേയ്സ് മാറി വരാൻ സാധ്യതയുണ്ട്. അല്ലാതെ ശനി ഞായർ അവധി എന്ന നിലയിൽ ആകണമെന്നില്ല. ആഴ്ചയിൽ ഏതെങ്കിലുമൊക്കെ 2 ദിവസമായിരിക്കും അവധി ലഭിക്കുക, അല്ലെങ്കിൽ 3 ദിവസമായിരിക്കും അവധി ലഭിക്കുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നാഷണൽ ഹോളിഡേയ്സ് ഉൾപ്പെടെ ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഏത് ഷിഫ്റ്റിലും വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാകണം. പല ഷിഫ്റ്റുകളുണ്ട്. ഇപ്പോൾ രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന ഷിഫ്റ്റ് ഉണ്ട്. അങ്ങനെ പല ഷിഫ്റ്റുകളുണ്ട്. അതിലേതിലെങ്കിലുമൊക്കെ മാറി വർക്ക് ചെയ്യാനായിട്ട് റെഡി ആകണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെയായിരിക്കും ബെനിഫിറ്റ്സ് എന്നുള്ള കാര്യം ഇവർ പറയുന്നുണ്ട്.
ശമ്പളത്തിന് പുറമെ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്, പെൻഷൻ പ്ലാൻ ഉണ്ട്, ഇന്റർനെറ്റ് അലവൻസ്, നമ്മൾ വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ ഇന്റർനെറ്റിന് വേണ്ട അലവൻസ്, അതേപോലെ ലൈഫ് സ്റ്റൈൽ ബെനിഫിറ്റ്സ് ആൻഡ് റീറ്റെയിൽ ഡിസ്കൗണ്ട്സ്. അതായത് ആമസോണിന്റെ ഒരു പക്ഷേ ചിലപ്പോൾ കൂപ്പൺ ഒക്കെ ആയിരിക്കാം, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ റീറ്റെയിൽ ഡിസ്കൗണ്ടുകൾ കിട്ടും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നൽകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു ബെനിഫിറ്റ്സ് ഇവരെ ശമ്പളത്തിന് പുറമെ ഓഫർ ചെയ്യുന്നത്. ഇനി എന്തായിരിക്കും ഇതിന്റെ എലിജിബിലിറ്റി, ആർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? എലിജിബിലിറ്റി ഇവർ കൃത്യമായിട്ടൊന്നും സൂചിപ്പിക്കുന്നില്ല. അതായത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒന്നും ഒരു കാര്യവും സൂചിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഏത് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്കും അപേക്ഷിക്കാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ: മിനിമം 18 വയസ്സ് കാണും. ഇന്ത്യയിൽ ജോലി ചെയ്യാനായിട്ട് മിനിമം 18 വയസ്സ് കാണും. അപ്പോൾ 18 വയസ്സ് കാണണം. പിന്നെ ഇന്ത്യയിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള അനുവാദമുള്ളവരായിരിക്കണം. അതേപോലെ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കാണണം. അത് റിട്ടൺ ആൻഡ് ഓറൽ, അതായത് സംസാരിക്കാനും എഴുതാനും ഒക്കെ ഇംഗ്ലീഷിൽ സ്കിൽസ് ഉള്ളവരെ അപേക്ഷിച്ചാൽ മതി എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് വർക്കിംഗ് വിത്ത് എ കമ്പ്യൂട്ടർ ഉപയോഗിക്കാനായിട്ട് അറിയാവുന്നവരുമായിരിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഷിഫ്റ്റിൽ പല ദിവസങ്ങളിലൊക്കെ വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. റൊട്ടേറ്റിംഗ് ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ് ഉൾപ്പെടെ ഒരുപക്ഷെ വന്നേക്കാം എന്നുള്ള കാര്യം അറിയുക. അതേപോലെ ഞങ്ങൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യുമ്പോൾ ക്വയറ്റായിട്ട് ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കാണണം, ഇന്റർനെറ്റ് സൗകര്യവും കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മിനിമം ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഓഫ് 100 Mbps ഡൗൺലോഡ് സ്പീഡ്, അതായത് 100 Mbps ഡൗൺലോഡ് സ്പീഡുള്ള 20 MB അപ്ലോഡ് സ്പീഡുള്ള ഇന്റർനെറ്റ് കണക്ഷൻ. അപ്പോൾ നമ്മുടെ ഫോണിൽ നിന്നുള്ള ഒരു കണക്ഷൻ എടുത്ത് ജോലി ചെയ്യാം എന്ന് കരുതരില്ല. ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഒക്കെ ഉള്ള വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു അവസരമായിട്ടാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. ഇനി എങ്ങനെയായിരിക്കും ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ആമസോണിന്റെ ഈ ഒരു പേജിലേക്ക് എത്താവുന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ലാസ്റ്റ് അപ്ലൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ അപ്ലൈയെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുക മാത്രമല്ല, നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അസസ്മെന്റ് അതും ഓൺലൈനായിട്ട് തന്നെയായിരിക്കും എടുക്കേണ്ടതായിട്ട്. അപ്പം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാം, ഓൺലൈൻ അസസ്മെന്റും എടുക്കാം. ടോട്ടൽ ഇത് 3 hours എടുക്കും എന്ന് ഇവരെ സൂചിപ്പിക്കുന്നുണ്ട്. ഒറ്റയടിക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് സേവ് ചെയ്യുക, പിന്നീട് നിങ്ങൾക്ക് സൗകര്യം പോലെ തിരിച്ചു വന്നിട്ട് ഇത് പൂർത്തീകരിക്കാം. അപ്പോൾ ഈ അസസ്മെന്റും കൂടി ക്ലിയർ ചെയ്താൽ, അപ്ലൈ ചെയ്ത് അസസ്മെന്റും ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് ആമസോണിൽ ഈ കസ്റ്റമർ സപ്പോർട്ട് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുവാനായിട്ട് കഴിയും. അപ്പം ഏതാണ്ട് 200-ലധികം ഒഴിവുകളാണ് ലഭ്യമായിരിക്കുന്നത്. ഓർക്കുക, തമിഴ്നാട് ആമസോൺ ആണ് ഈ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ ആമസോണിന് നേരിട്ട് വലിയ പ്രവർത്തനങ്ങളൊന്നുമില്ല. തമിഴ്നാട്ടിലെ കോയമ്പത്തൂറും ഒക്കെയാണ് ഇവരുടെ മെയിൻ പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ അവരാണ് ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പം വീട്ടിലിരുന്നുകൊണ്ട് വെർച്വൽ കസ്റ്റമർ സപ്പോർട്ട് അസോസിയേറ്റ് ആയിട്ട് ആമസോണിൽ ക്വാളിഫിക്കേഷൻ ഒന്നും പ്രശ്നമാക്കാതെ മിനിമം 18 വയസ്സുണ്ടെങ്കിൽ, ഇംഗ്ലീഷ് സ്കിൽസ് ഉണ്ടെങ്കിൽ എടുക്കാവുന്ന ഒരവസരം ഞാൻ കണ്ടെത്തിയത് ഷെയർ ചെയ്തു. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ അവസരം കൊച്ചി എയർപോർട്ടിൽ സിയാലിൽ ലഭ്യമായിരിക്കുന്ന ഏതാണ്ട് 200-ലധികം ഒഴിവുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് വാക്ക് ഇൻ ഇന്റർവ്യൂയിലൂടെ അപേക്ഷ കാത്തിരിക്കേണ്ട, ഡയറക്റ്റ് വാക്ക് ഇൻ ചെയ്ത് ലഭ്യമാകുന്ന ഈ അവസരങ്ങളുടെ ഡീറ്റെയിൽസും കൂടി ഒന്ന് മനസ്സിലാക്കാം. നോക്കുക, AI എയർപോർട്ട് സർവീസസ്, ഈ ഒരു കമ്പനിയാണ് ഈ കൊച്ചിയിലേക്കുള്ള ഈ ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. AI എയർപോർട്ട് സർവീസസ് എന്നുള്ളത് എയർ ഇന്ത്യ എയർ ട്രാൻസ്പോർട്ട് സർവീസസ് ലിമിറ്റഡ് എന്ന് മുൻപ് പേരിൽ അറിയപ്പെടുന്ന കമ്പനിയാണ്. അപ്പൊ ഇവര് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ സെപ്റ്റംബർ 20 അനൗൺസ് ചെയ്തിരിക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് അവരുടെ സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. 3 പൊസിഷനിലേക്കാണ് ഇവരെ ഹയർ ചെയ്യുന്നത്. റാം സർവീസ് എക്സിക്യൂട്ടീവ് എന്ന തസ്തികയിൽ 3 ഒഴിവുകളാണുള്ളത്. യൂട്ടിലിറ്റി ഏജന്റ് കം റാം ഡ്രൈവർ 4 ഒഴിവുകളാണുള്ളത്. ഹാൻഡിമാൻ, ഹാൻഡി വുമൺ 201 ഒഴിവുകളാണ് ഉള്ളത്. അപ്പൊ ടോട്ടല് ഏതാണ്ട് 208 ഒഴിവുകൾ കൊച്ചിയിലേക്കാണ്. കൊച്ചി എയർപോർട്ട് സിയാൽ, കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെന്റ്. നിങ്ങൾക്ക് ഇതിന് അപേക്ഷ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡയറക്റ്റ് വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. വോക്ക് ഇൻ ഇന്റർവ്യൂവിന്റെ ഡേറ്റ്സും കൂടി ഇതാ ഇവിടെ നൽകിയിട്ടുണ്ട്. ഒക്ടോബർ 5 9 മണിക്കും 12 മണിക്കും ഇടയ്ക്കായിട്ട് വോക്ക് ഇൻ ചെയ്യാം. അത് റാം സർവീസ് എക്സിക്യൂട്ടീവ്, യൂട്ടിലിറ്റി ഏജന്റ് കം റാം ഡ്രൈവർ, ഈ 2 തസ്തികയിലേക്കാണ്. ഹാൻഡിമാൻ, ഹാൻഡി വുമൺ തസ്തികയിലെ 201 ഒഴിവുകളിലേക്ക് ഒക്ടോബർ 7 9 മണിക്കും 12 മണിക്കും ഇടയ്ക്കായിട്ട് വോക്ക് ഇൻ ചെയ്തുകൊണ്ട് എത്താം. എവിടെയായിരിക്കും ഈ വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുക? നമ്മളുടെ MC റോഡുണ്ട്, അതായത് നമ്മളുടെ തിരുവനന്തപുരം അങ്കമാലി റോഡ്, കോട്ടയത്തിലൂടെയുള്ള തിരുവനന്തപുരം അങ്കമാലി റോഡിൽ
അങ്കമാലിക്ക് അടുത്തായിട്ട് ശ്രീ ജഗന്നാഥ് ഓഡിറ്റോറിയം ഉണ്ട്. ഇത് വേങ്ങൂർ ദുർഗാദേവി ടെമ്പിളിന്റെ അടുത്തായിട്ടാണ്. അവിടെ വെച്ചാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുക. 1.5 കിലോമീറ്റർ അങ്കമാലിയിൽ നിന്ന് കാലടി റൂട്ടിലാണ് ഈ ഒരു ശ്രീ ജഗന്നാഥ ഓഡിറ്റോറിയം. പല ഇവരുടെ വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്ന ഈ സെയിം ഓഡിറ്റോറിയത്തിലാണ്, അവിടെ വെച്ചാണ്. അപ്പം 5-ാം തീയതി ഒക്ടോബറിൽ റാം സർവീസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കും യൂട്ടിലിറ്റി ഏജന്റ് കം റാം ഡ്രൈവർ പോസ്റ്റിലേക്കുമാണ്. 7-ാം തീയതി ഒക്ടോബർ ഹാൻഡിമാൻ ഹാൻഡി വുമൺ തസ്തികയിലേക്കുള്ള വോക്ക് ഇൻ ഇന്റർവ്യൂ ആണ്. അവിടെയാണ് 201 ഒഴിവുകളുള്ളത്. എന്താണ് ഈ ജോലി, ആർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ കഴിയുക, കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിന് മുമ്പായി AI എയർപോർട്ട് സർവീസസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാം. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കായിരിക്കും. ഇതൊരു കോൺട്രാക്ട് ബേസ് 3 ഇയറിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആയിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കാം, അതിനെക്കുറിച്ച് ഒരു മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ പൊസിഷൻ റാം സർവീസ് എക്സിക്യൂട്ടീവ് എന്നുള്ളതാണ്. ആർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. OBC SC ST കാൻഡിഡേറ്റ്സിനൊക്കെ റിലാക്സേഷൻ ലഭ്യമാണ്. സാലറി 24,900, ഏകദേശം 25,000 രൂപയാണ് പ്രതിമാസം ഉള്ളത്. എന്താണ് എലിജിബിലിറ്റി? 3 ഇയർ ഡിപ്ലോമ, അത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്രൊഡക്ഷൻ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ ഈ ഏരിയകളിൽ 3 ഇയർ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അല്ലെ ITI വിത്ത് NCT/VT കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അത് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, അതിവിടെ നൽകുന്നുണ്ട്. ഹെവി മോട്ടോർ വെഹിക്കിൾ ഇത് എന്താ പറയുക, ലൈസൻസ് HMV ലൈസൻസും കൂടി കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇല്ലെങ്കിൽ നിങ്ങൾ 3 ഇയർ ഡിപ്ലോമ ഈ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്രൊഡക്ഷന്, ഇലക്ട്രോണിക്സ് അല്ലെ ഓട്ടോമൊബൈൽ കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അവിടെ നിങ്ങൾക്ക് ഇത് HMV ലൈസൻസ് ഒന്നും വേണമെന്നില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ തസ്തിക. അപ്പോൾ ജോലിയുടെ ഒരു നേച്ചർ ഇവിടെ നൽകുന്നുണ്ട്. റാം സർവീസ് എക്സിക്യൂട്ടീവ് എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങൾ ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. മെയിൻലി ഓപ്പറേറ്റിംഗ് ആൻഡ് ഡ്രൈവിംഗ് ഗ്രൗണ്ട് സപ്പോർട്ട് എക്യുപ്മെന്റ് ആൻഡ് ഓൾസോ എക്യുപ്മെന്റ് മെയിൻ്റനൻസ്. അതായത് ഈ ഗ്രൗണ്ട്, ഈ പ്ലെയിനിലേക്ക് കയറുന്നതിന് വേണ്ട കുറേ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിന് വേണ്ട കുറേ എക്യുപ്മെന്റ്സ് ഉണ്ട്. ഉദാഹരണത്തിന് നമുക്കറിയാം, വാഹനങ്ങളിലാണ് പലപ്പോഴും ഈ ബാഗേജസ് ഒക്കെ പ്ലെയിനിലേക്ക് കയറ്റുക, അല്ലെങ്കിൽ പ്ലെയിനിലേക്ക് കയറ്റുന്ന എക്യുപ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെയുള്ള ഗ്രൗണ്ട് സപ്പോർട്ട് എക്യുപ്മെന്റ്സ് ഒക്കെ ഡ്രൈവ് ചെയ്യുക അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, ഇതൊക്കെ ആയിരിക്കും ജോലിയുടെ ഒരു സ്വഭാവം. ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി അടുത്ത തസ്തിക യൂട്ടിലിറ്റി ഏജന്റ് കം റാം ഡ്രൈവർ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ മിനിമം 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഇവിടെ ഒറിജിനൽ ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിൽ കരുതണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള മിനിമം 10ാം ക്ലാസ് ഉള്ളവർക്കായിരിക്കും രണ്ടാമത്തെ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. 21,270 പ്രതിമാസ ശമ്പളം. 28 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കുക. SC STക്കാർക്കും OBCക്കാർക്കും ഒക്കെ റിലാക്സേഷൻ ലഭ്യമാണ്. ഇനി എന്തായിരിക്കും ഈ യൂട്ടിലിറ്റി ഏജന്റ് കം റാം ഡ്രൈവറിന്റെ ജോലികൾ? മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എയർപോർട്ടിനകത്ത് ട്രാക്ടർ, ബസ്, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് ഇതൊക്കെ ഡ്രൈവ് ചെയ്യുക എന്നുള്ളതായിരിക്കും. മൂന്നാമത്തെ പൊസിഷന് ഹാൻഡിമാൻ ഹാൻഡി വുമൺ തസ്തികയാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ളത്. 200-ലധികം ഒഴിവുകളുണ്ട്. ഇവിടെ മിനിമം 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കൊക്കെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഇംഗ്ലീഷ് ലാംഗ്വേജ് വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ലോക്കൽ ലാംഗ്വേജ്, അതായത് മലയാളവും ഹിന്ദിയും ഒക്കെ മനസ്സിലാക്കുവാനായിട്ട് കൂടി കഴിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അത്യാവശ്യം ഇംഗ്ലീഷ് അറിയണം, മലയാളവും ഹിന്ദിയും ഒക്കെ അത്യാവശ്യം മനസ്സിലാക്കാൻ കൂടി കഴിയുന്ന 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. 18,840 ആയിരിക്കും പ്രതിമാസ ശമ്പളം. 28 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. എന്നാൽ SC ST OBC കാറ്റഗറിക്ക് റിലാക്സേഷൻ 3 ഇയേഴ്സിൻ്റെ ഒക്കെ ലഭ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് 31 വയസ്സ് വരെ അപേക്ഷിക്കാം. ഓർക്കുക, ഹാൻഡിമാൻ ഹാൻഡി വുമൺ 200-ലധികം ഒഴിവുകളുണ്ട്. 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. മറ്റ് പോസ്റ്റുകളിലേക്ക് മുമ്പേ സൂചിപ്പിച്ചു, ഡിപ്ലോമയും 10ാം ക്ലാസ്സും ഒക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യം സൂചിപ്പിച്ചു. എന്തായിരിക്കും ഈ ഹാൻഡിമാൻ ഹാൻഡി വുമൺ തസ്തികയിലെ ജോലികൾ? ആ പേരിൽ തന്നെയുണ്ട്, ഹാൻഡിമാൻ, അതായത് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. അറ്റ് ദ എയർപോർട്ട് മെയിൻലി ബാഗേജ് ആൻഡ് കാർഗോ ലോഡിംഗ് ആൻഡ് ഓഫ് ലോഡിംഗ്. അതായത് കാർഗോ ഉണ്ടല്ലോ എയർപോർട്ടിലെ, അല്ലെ ബാഗേജ് ഉണ്ടല്ലോ യാത്രക്കാരുടെ ബാഗ്, കാർഗോ, ഇതൊക്കെ ലോഡിംഗ് ആൻഡ് ഓഫ് ലോഡിംഗ് ഫ്രം ദ എയർപോർട്ട് ട്രോളീസ് ആൻഡ് അസിസ്റ്റിംഗ് വീൽ ചെയർ പാസഞ്ചേഴ്സ് ആൻഡ് അതർ പാസഞ്ചേഴ്സ്. അതായത്
എയർപോർട്ടിലേക്കൊക്കെ പോകുമ്പോൾ വീൽ ചെയർ ഉപയോഗിക്കുന്ന പാസഞ്ചേഴ്സിനെ വീൽ ചെയറിൽ തള്ളി ഹെൽപ്പ് ചെയ്യുക, തള്ളിക്കൊണ്ട് പോവുക, അങ്ങനത്തെ കാര്യങ്ങൾ. അതല്ലെങ്കിൽ ബാഗേജ്, അതായത് ഈ പ്ലെയിനിലേക്കുള്ള ബാഗേജിൻ്റെ ലോഡിങ് ഓഫ് ലോഡിങ്, അതൊക്കെ ഓട്ടോമാറ്റിക്കലി നടക്കും, എന്നാൽ അതിനകത്ത് ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യേണ്ടതായിട്ട് വരിക. നൈറ്റ് ഷിഫ്റ്റ്, 3 ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ് ഉൾപ്പെടെ 3 ഷിഫ്റ്റിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഏത് ഷിഫ്റ്റിലും വർക്ക് ചെയ്യാനായിട്ട് റെഡി ആകണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയായിരിക്കും സെലക്ഷന്? ഓർക്കുക, ഈ റാം സർവീസ് എക്സിക്യൂട്ടീവിന് ട്രേഡ് ടെസ്റ്റ് ആയിരിക്കും. അതായത് നിങ്ങളുടെ ട്രേഡ് നോളജ് അറിയാൻ, ഡ്രൈവിങ്ങിൻ്റെ കാര്യങ്ങളും ഒക്കെ അറിയാനുള്ള ടെസ്റ്റ്. പിന്നീട് ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂവും കൂടിയായിരിക്കും സെലക്ഷൻ നടത്തുക. യൂട്ടിലിറ്റി ഏജന്റ് കം റാം ഡ്രൈവറിനും ഇതേപോലെ തന്നെ ട്രേഡ് ടെസ്റ്റും പേഴ്സണൽ ഇൻ്റർവ്യൂ ആയിരിക്കും. ഇപ്പോൾ റാമ്പ് ഡ്രൈവിംഗ് നോളജും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ ഒരു ഇൻ്റർവ്യൂവിൻ്റെയും കൂടെ ബേസിലായിരിക്കും സെലക്ഷൻ. എന്നാൽ ഈ ഹാൻഡിമാൻ ഹാൻഡി വുമൺ തസ്തികയിലേക്ക് ആദ്യം ഒരു ഫിസിക്കൽ എൻഡുറൻസ് ടെസ്റ്റ് ഉണ്ട്. അതായത് നിങ്ങളുടെ ശാരീരിക ക്ഷമത പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷ കൂടിയുണ്ട് എന്നുള്ള കാര്യം അറിയുക. ഇവിടെ വെയിറ്റ് ലിഫ്റ്റിങ്, റണ്ണിങ് ഒക്കെ ആവശ്യപ്പെട്ടേക്കാം, ഓടാനായിട്ടും ഭാരം ഉയർത്തുന്നതിനും ഒക്കെ ആവശ്യപ്പെട്ടേക്കാം. അപ്പോൾ അതിനൊക്കെ തയ്യാറായവരുടെ ഈ വോക്ക് ഇൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്താൽ മതിയാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഫിസിക്കൽ എൻഡുറൻസ് ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ നടക്കുക. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ്, ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ കണക്കാക്കുന്നത് 1-ാം തീയതി ഒക്ടോബർ പ്രകാരമായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യേണ്ടതായിട്ട് കഴിയുക? ഓർക്കുക, ഒരു 500 രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കും. അതൊരു DD ആയിട്ട്, അത് എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് പേബിൾ അറ്റ് മുംബൈ, ഈ പേരിൽ ഒരു DD ഒക്കെ ആയിട്ട് വേണം ഈ വോക്ക് ഇൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുവാനായിട്ട്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, എക്സ് സർവീസ്മാന്, SC STക്കാർക്കൊന്നും ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫൊക്കെ കയ്യിൽ കരുതണം. അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ആപ്ലിക്കേഷൻ ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഫോർമാറ്റിൽ വേണം നിങ്ങളുടെ റെസ്യൂമയൊക്കെ തയ്യാറാക്കി ഈ വോക്ക് ഇൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിച്ച് അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കയ്യിൽ കരുതണം, അങ്ങനത്തെ കാര്യങ്ങളുമൊക്കെ ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിലുള്ള ഈ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വായിക്കാൻ മറക്കല്ല്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ 2 അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയി ക്ലിക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അവർക്ക് ഈ എയർപോർട്ട് റിക്രൂട്ട്മെന്റ് ഒക്കെ പേരിൽ ഒട്ടനവധി തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവം വേണം കാര്യങ്ങൾ ഫേസ് ചെയ്യുവാൻ. ആരെങ്കിലും പണം ഒക്കെ ആവശ്യപ്പെട്ടാൽ ശ്രദ്ധിച്ച് വേണം അങ്ങനെയുള്ള ട്രാൻസാക്ഷനിലൊക്കെ ഇടപെടുവാൻ. ഈ റിക്രൂട്ട്മെന്റുകളൊക്കെ സൗജന്യമാണ്. എയർപോർട്ട് റിക്രൂട്ട്മെന്റ് ഒരു DD കയ്യിൽ കരുതണം എന്ന് ചോദിച്ചാൽ മറ്റേ പണമൊന്നും നൽകേണ്ടതില്ല എന്നുള്ള കാര്യം കൂടി അറിയുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ തൊഴിലവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ പല ചാനലിൽ കൂടി അങ്ങനെയുള്ള അവസരങ്ങൾ കണ്ടെത്താം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.